ആദ്യമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്നത് 27ാമത്തെ ലെസണാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 26ാമത്തെ ലെസണിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കിങ്സ്, സെക്കൻഡ് കിങ്സ് എന്നായ ബൈബിളിലെ ബുക്സാണ് പഠിച്ചത്. ഇന്ന് 27ാമത്തെ ലെസണിൽ ദിനവൃത്താന്തങ്ങളുടെ 1ാമത്തെ പുസ്തകവും 2ാമത്തെ പുസ്തകവും ഒന്നിച്ച് പഠിക്കുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒറിജിനലി നമ്മൾ നോക്കുമ്പോൾ ഈ ബൈബിളിൽ ഈ പുസ്തകങ്ങൾ ഒന്നിച്ചാണ് എഴുതിയിരുന്നത്. എന്നാൽ രാജാക്കന്മാരുടെ പുസ്തകം സെപ്പറേറ്റ് ചെയ്തുപോലെ പഠന സൗകര്യത്തിനായിട്ട് സെപ്റ്റുവജന്റ് വേർഷനിൽ അത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്താണ് അവിടെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് നമ്മൾ ചിന്തിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ആരാണ്, ഈ പുസ്തകം എഴുതുവാനുള്ള സാഹചര്യം എന്തൊക്കെയാണ്, ഈ പുസ്തകത്തിലെ ഈ ദിനവൃത്താന്ത പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് എന്താണ്. 2 ശമൂവേൽ, അതുപോലെ തന്നെ രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങളിൽ ഉള്ളതായ ധാരാളം റെപ്പറ്റീഷൻസ് നമുക്ക് ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ, പല പ്രവാചകന്മാരുടെ പേരുകളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ശമൂവേലിൻ്റെ പുസ്തകത്തിലും പഠിച്ചതിൻ്റെ റെപ്പറ്റീഷൻ ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഉള്ളതുകൊണ്ട് അതിലേക്ക് നമ്മൾ വീണ്ടും ആ കാര്യങ്ങൾ തുടർന്ന് എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എന്താണ് ഇതിൻ്റെ വ്യത്യാസമെന്ന് പറയുന്നത്? ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രാജാക്കന്മാർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ പുസ്തകം എഴുതിയിരുന്നു. അവർ അന്ന് എഴുതിയതായ ദിനവൃത്താന്തങ്ങളിൽ അല്ലെങ്കിൽ ഡയറി കുറിപ്പുകളിൽ ഈ രാജാക്കന്മാരുടെ സിംഹാസനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ ചെയ്തതായ പരിഷ്കാരങ്ങളെ ഒക്കെ എഴുതിക്കൊണ്ട്, അതുമാത്രവുമല്ല അവരുടെ ആ സിംഹാസനത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് ചരിത്രപരമായ ഒരു എഴുത്താണ് നമ്മൾക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിക്കുകയുണ്ടായി, ശലോമോൻ്റെ മകനായ രെഹബെയാം രാജാവായി തീർന്നു. എന്നാൽ മൂപ്പന്മാർ വന്ന് തങ്ങളുടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിൽ ഒട്ടും തന്നെ കനിവ് കാണിക്കാതെ അവരോട് വളരെ ക്രൂരമായിട്ട് ഇടപെട്ടത് കൊണ്ട് യൊരോബെയാം എന്ന് പറയുന്നതായ ഒരു ലീഡറിൻ്റെ കീഴിൽ രാജ്യത്വം അവർക്ക് കൊടുത്തുകൊണ്ട് 10 ഗോത്രങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന വടക്കേ രാജ്യത്തിലേക്ക് സ്ഥാപിച്ചു എന്ന് നമ്മൾ പഠിച്ചല്ലോ. എന്നാൽ അവിടെ നമ്മൾക്ക് കാണുന്നതായ ഒരു കാര്യമുണ്ട്. യെരുശലേമിലേക്ക് പോയി, ദേവാലയത്തിലേക്ക് പോയി ആരാധിക്കുവാനായിട്ട് ജനങ്ങളെ വിടാതിരിക്കുവാൻ വേണ്ടി അവൻ കണ്ടുപിടിച്ചതായ ഒരു മാർഗമാണ് ദാനിലും അതുപോലെ തന്നെ ബഥേലിലും ഓരോ കാളക്കുട്ടികളെ ഉണ്ടാക്കി, അശേര പ്രതിഷ്ഠകളെയൊക്കെ ഉണ്ടാക്കി, അങ്ങനെ വിഗ്രഹാരാധനയിലേക്ക് ജനങ്ങളെ ഇത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിർത്തുവാൻ വേണ്ടി ഒരു പ്രയത്നം ചെയ്തു. അങ്ങനെ ആ യൊരോബെയാമിൻ്റെ പാപം ആ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ മിക്കവാറും എല്ലാ അധ്യായങ്ങളിലും പരിശുദ്ധാത്മാവ് എടുത്തു കാണിക്കുന്നു. അതുമാത്രവുമല്ല, ഇസ്രായേൽ രാജ്യം പ്രവാസത്തിലേക്ക് പോകുന്നതിന് 50 വർഷങ്ങൾക്ക് മുൻപ് ഇവരെ അശ്ശൂരിലേക്ക് പ്രവാസത്തിനായിട്ട് കൊണ്ടുപോയി ദൈവം അതിന് അനുവദിച്ചു. ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ ദിനവൃത്താന്ത പുസ്തകങ്ങളുടെ എഴുത്തുകാരൻ ആരാണ്? ഇതിൻ്റെ ഘടന നമ്മൾ വായിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ചരിത്ര ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, യസ്ര എന്ന ആളാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
അങ്ങനെ ഇസ്രയേലിൽ 19 രാജാക്കന്മാരും യഹൂദയിൽ 20 രാജാക്കന്മാരും ഭരിച്ചു എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇസ്രയേലിൽ 250 വർഷം ആ 19 രാജാക്കന്മാർ ഭരിച്ചിട്ട് പ്രവാസികളായിട്ട് പോകുമ്പോൾ യഹൂദയിൽ സദേൺ രാജ്യത്തുള്ളതായ ആ യഹൂദയിൽ യെരുശലേം ഉൾപ്പെടെയുള്ളതായ ആ സ്ഥലത്ത് ഉള്ളതായ രാജാക്കന്മാർക്ക് 50 വർഷം കൂടെ എക്സ്ട്രാ കിട്ടി. അതുമാത്രമല്ല 20 രാജാക്കന്മാർ ആ രാജ്യത്തെ ഭരിച്ചു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ചാർട്ട് കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണല്ലോ. ഇങ്ങനെ യഹൂദ ജനത്തെ ബാബിലോണിലെ നെബൂഖദ്നേസർ കടന്നു വന്ന് പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ടുപോയി. അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നത്. യെരുശലേം ദേവാലയം ഇടിച്ചു കളഞ്ഞു, ചുട്ടുകളഞ്ഞു. യെരുശലേമിൻ്റെ മതിൽ ഇടിച്ചു കളഞ്ഞു. യെരുശലേമിലെ സകല വിശേഷ വസ്തുക്കളും അല്ലെങ്കിൽ ദേവാലയത്തിലെ വിശിഷ്ട വസ്തുക്കൾ എല്ലാം തന്നെ കവർച്ചയായിട്ട് അവൻ കൊണ്ടുപോയതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ കോരേശ് എന്ന് പറയുന്നതായ ആ രാജാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബാബിലോണിലേക്ക് കടന്നു വന്ന് ബാബിലോണിൻ്റെ ആധിപത്യം ഏറ്റെടുത്തിട്ട് അവിടെ കാണുന്നത് 2 ദിനവൃത്താന്തം 36-22 മുതൽ 22 മുതലുള്ളതായ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏത് സാഹചര്യത്തിലാണ് എസ്ര ഈ പുസ്തകം എഴുതിയത് എന്ന്. 2 ദിനവൃത്താന്തം 36-22 മുതലുള്ളതായ വാക്യങ്ങൾ അത് ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ യിരെമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരേശിൻ്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരേശിൻ്റെ മനസ്സ് ഉണർത്തി. അവൻ തൻ്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തെന്നാൽ പാർസി രാജാവായ കോരേശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരുശലേമിൽ അവന് ഒരു ആലയം പണിയുവാൻ അവൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവൻ്റെ ജനമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കട്ടെ, അവൻ യാത്ര പുറപ്പെടട്ടെ എന്നുള്ളതായ ഒരു കൽപ്പനയാണ് ഈ കോരേശ് രാജാവ് പുറപ്പെടുവിക്കുന്നത്. അതായത് 70 വർഷത്തെ പ്രവാസം ബാബിലോണിൽ കഴിഞ്ഞതിന് ശേഷമായിട്ട്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എസ്രായുടെ നേതൃത്വത്തിൽ അവർ യാത്ര പുറപ്പെടുകയാണ്. എസ്ര 2-ന്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, സെരുബ്ബാബേലിനോട് കൂടെ വന്നവർ യോശുവ, നെഹമ്യാവ്, സെരയാവ്, രേലാവ, മൊർദെഖായി മുതലായ ആൾക്കാരൊക്കെ അവിടെ കടന്നു വന്നു. അതോടൊപ്പം തന്നെ എസ്രായും അവരോടൊപ്പം കടന്നു വന്നതായ ഒരു കൂട്ടത്തെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പ്രവാസത്തിൽ നിന്നും കടന്നു വന്നതായ ഒരു ജനത്തിൻ്റെ അന്തരീക്ഷം നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 70 വർഷം മറ്റൊരു രാജ്യത്ത് പോയി താമസിച്ചതിന് ശേഷമായിട്ട് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വരുമ്പോൾ അവർക്ക് ആലയമില്ല, പുരോഹിതന്മാരില്ല, ആലയമെല്ലാം ഇടിഞ്ഞു കിടക്കുന്നു, മതിലുകളെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ വീടുകളെല്ലാം തീ വെച്ച് നശിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ സ്വന്തക്കാർ ആരും തന്നെ അങ്ങനെയില്ല, ഒരു ഐഡൻറ്റിറ്റി ഇല്ല, അവർ എവിടെ ബിലോങ് ചെയ്യുന്നു എന്ന് പോലും അവർക്കറിയുവാൻ പാടില്ലാതെ അങ്ങനെയുള്ളതായ ഒരു അവസ്ഥയിലാണ് ഈ മടങ്ങിവരവ് എന്ന് നമുക്ക് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ലീഡർഷിപ്പ് കൊടുക്കുമ്പോൾ എസ്ര എന്ന് പറയുന്നതായ ആ പുരോഹിതൻ അല്ലെങ്കിൽ അദ്ദേഹം ഒരു നല്ല ഒരു ടീച്ചറായിരുന്നു. ഈ കാര്യങ്ങൾ ഒക്കെ ശേഖരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ശേഖരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പല പുസ്തകങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ദാവീദിൻ്റെ വൃത്താന്ത പുസ്തകങ്ങളുണ്ട്, ശമൂവേലിൻ്റെ വൃത്താന്ത പുസ്തകങ്ങളുണ്ട്,
അതുപോലെ തന്നെ ഗാദിൻ്റെ വൃത്താന്ത പുസ്തകങ്ങളുണ്ട്. അതൊക്കെയും ദിനവൃത്താന്തത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ശലോമോൻ്റെ വൃത്താന്ത പുസ്തകങ്ങളുണ്ട്, രഹബയാമിൻ്റെ വൃത്താന്തങ്ങൾ ഉണ്ട്, ഇദ്ദോ പ്രവാചകൻ്റെ വൃത്താന്ത പുസ്തകങ്ങളുണ്ട്, യേഹുവിൻ്റെ വൃത്താന്ത പുസ്തകങ്ങൾ. ഇങ്ങനെ പലവിധമായ വൃത്താന്ത പുസ്തകങ്ങൾ രാജകൊട്ടാരത്തിലും മറ്റും ഈ റെക്കോർഡായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം റെഫർ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് ലൈബ്രറിയിലൊക്കെ പോയി എല്ലാം റെഫർ ചെയ്തിട്ട് ഒരു പുതിയ പുസ്തകമോ ഒരു തീസിസോ ഉണ്ടാക്കുന്നത് പോലെ എഴുതി ഉണ്ടാക്കിയതായ ഒരു ബുക്കാണ് ഈ ദിനവൃത്താന്തങ്ങൾ എന്ന് പറയുന്നത്. എസ്ര ഈ കാര്യങ്ങളൊക്കെ നല്ലവണ്ണം പഠിക്കുകയും നല്ലവണ്ണം അതിനെക്കുറിച്ച് ഗ്രാഹ്യം ഉണ്ടായിരുന്നതായ ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് ഈ രാജാക്കന്മാരുടെ രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന രാജാക്കന്മാരുടെ പുസ്തകങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ട് ദൈവത്തിൻ്റെ ആലയം പണിയണം, ദൈവത്തിൻ്റെ ആലയത്തിൽ ജനങ്ങൾ വന്ന് ആരാധിക്കണം, ജനങ്ങൾ ഇവിടെ ബിലോങ് ചെയ്യുന്നവരാണ്, ദൈവം നിങ്ങളെ മടക്കിക്കൊണ്ടുവന്നിരിക്കുന്നവരാണ്, ദൈവം നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞ് ഉറപ്പിച്ചുകൊണ്ട് പറയുന്നതായ വാക്കുകളാണ് ഈ ദിനവൃത്താന്തത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഞാൻ മുൻപ് പ്രസ്താവിച്ചപ്പോൾ ഈ വടക്കേ രാജ്യവും തെക്കേ രാജ്യവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ യൊരോബെയാം ആരെയും താഴേക്ക് വിടരുത്, യെരുശലേമിലേക്ക് പോകുവാൻ അനുവദിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അവിടെ ഐഡലേറ്ററി അല്ലെങ്കിൽ വിഗ്രഹ ആരാധന ആരംഭിച്ചപ്പോൾ അവിടെ നടന്നായ ഒരു സംഭവം പ്രത്യേകാല ഈ ദിനവൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ഓർമ്മയിലൊന്ന് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് 2 ദിനവൃത്താന്തം 11:13 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങളാണ്. 11:13 മുതൽ 16 വരെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കട്ടെ. അവിടെ യൊരോബെയാം പറഞ്ഞ്, നിങ്ങൾ ആരും താഴേക്ക് പോകരുത്, നിങ്ങൾക്ക് ആവശ്യത്തിന് ഇവിടെ ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് 2 വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടാക്കിയ കാളക്കുട്ടിയുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയതായിട്ട് കാണുന്നു. ഒന്ന് വടക്കേ ഭാഗത്തുള്ളതായ ദാനിൽ അവിടെയുള്ളവർക്ക്, താഴെ ബഥേലിൽ ആ ഭാഗത്തുള്ളവർക്ക്, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് 2 എണ്ണമാണ് വെച്ചു കൊടുത്തത്. എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചത്? എല്ലാവരും അവിടെ നിന്നതായിട്ട് നമ്മൾക്ക് കാണുന്നില്ല. ഇവിടെ ദിനവൃത്താന്ത പുസ്തകത്തിലാണ് എസ്ര ഈ കാര്യം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. 14-ാമത്തെ വാക്യം 11-ാമത്തെ അധ്യായത്തിൻ്റെ, യൊരോബെയാമും പുത്രന്മാരും ലേവ്യരെ യഹോവയുടെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. താൻ ഉണ്ടാക്കിയ പൂജാഗിരികൾക്കും മ്ലേച്ഛ വിഗ്രഹങ്ങൾക്കും കാളക്കുട്ടികൾക്കും വേറെ പുരോഹിതന്മാരെ നിയമിച്ചതുകൊണ്ട് ലേവ്യർ തങ്ങളുടെ പുൽപ്പുറങ്ങളും അവകാശങ്ങളും വിട്ടൊഴിഞ്ഞ് യഹൂദയിലേക്കും യെരുശലേമിലേക്കും വന്നു. അവരുടെ പിന്നാലെ ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സ് വെച്ചവരും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ യെരുശലേമിൽ വന്നു. ഇങ്ങനെ അവർ 3 സംവത്സരം ദാവീദിൻ്റെയും ശലോമോൻ്റെയും വഴിയിൽ നടന്ന് 3 സംവത്സരത്തോളം യഹൂദ രാജ്യത്തിന് ഉറപ്പുവരുത്തുകയും ശലോമോൻ്റെ മകനായ രഹബയാമിനെ ബലപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ വടക്കേ ദേശത്ത് യൊരോബെയാം എന്താണ് ചെയ്തത്? ഈ ലേവി ഗോത്രത്തിലുള്ള സകല പുരോഹിതന്മാരെയും ഫയർ ചെയ്തു. നിങ്ങളിനി ഇവിടെ ശുശ്രൂഷിക്കേണ്ട, നിങ്ങളുടെ പരിചയമോ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായ കാര്യങ്ങളൊന്നും ഇവിടെ മനുഷ്യരെ പഠിപ്പിക്കേണ്ട. അപ്പോൾ യൊരോബെയാം തന്നെ ഒരു കൂട്ടത്തെ ഹയർ ചെയ്തിട്ട് അവൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അവിടെ മനുഷ്യർക്ക് ഈ ബലികളൊക്കെ ചെയ്തു കൊടുക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുന്നതായ അവസരമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ആ സമയത്ത് അതുവരെ ദൈവത്തെ സേവിക്കുകയും ബലി കർമ്മങ്ങൾ നടത്തുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നായ ലേവ്യര് പുൽപ്പുറങ്ങളെയൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് ആട്ടിൻകുട്ടികളെയൊക്കെ വളർത്തി ആരാധനയ്ക്ക് വേണ്ടി അവിടെ യാഗം കഴിച്ചുകൊണ്ടിരുന്ന ഇവർ എന്ത് ചെയ്തു? ഈ ലേവ്യരും പുരോഹിതരും എല്ലാം അവിടെ യാതൊരു സ്ഥാനവും വടക്കേ രാജ്യത്ത് കിട്ടാഞ്ഞതിനാൽ അവരെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും
വടക്ക് നിന്നും തെക്കോട്ട് യാത്ര ചെയ്ത് യെരുശലേമിലെ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നു. എല്ലാം വിട്ടൊഴിഞ്ഞാണ് വന്നത്. മുതലുകൾ വിട്ടു, വീടുകൾ വിട്ടു, കൂട്ടുകാരെ വിട്ടു, അങ്ങനെ ഉള്ള ചുറ്റുപാടുകളെ എല്ലാം വിട്ടിട്ട് ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തെക്കേ ദേശത്തിലേക്ക് വന്നു എന്നാണ് ഇവിടെ ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ ദിനവൃത്താന്ത പുസ്തകം അങ്ങനെ ആത്മീകമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എഴുതിയിരിക്കുന്നതായ പുസ്തകമാണ്. അവിടെയാണ് നമ്മൾക്കതിൻ്റെ വ്യത്യാസം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിലും ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ഒരു രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചതാണ്, നിങ്ങൾ ഇനിയും ഈ ബാലിനെ ആരാധിച്ചാൽ മതി, ഈ കാളക്കുട്ടിയെ ആരാധിച്ചാൽ മതി, നിങ്ങൾ യെരുശലേമിലേക്ക് പോകേണ്ടതായ കാര്യമില്ല എന്നൊക്കെ വളരെ കർക്കശമായ കൽപ്പന പുറപ്പെടുവിച്ചു. എങ്കിൽ തന്നെയും അതിൻ്റെ മധ്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി വളരെ ദൃഢനിശ്ചയത്തോടു കൂടെ അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ നഷ്ടം അവർക്ക് ഒരു വിഷയമല്ലായിരുന്നു. അവരുടെ കൂടപ്പിറപ്പുകൾ കൂടെ വരുന്നോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് വിഷയമല്ലായിരുന്നു. അവർക്കുണ്ടായിരുന്ന ജോലി ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് അതൊരു വലിയ നഷ്ടമായിട്ട് കണക്കാക്കിയില്ല. ആരാധനയ്ക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ദൈവത്തെ സ്നേഹിക്കുവാനും സേവിക്കുവാനും വേണ്ടി അവർ യാത്ര പുറപ്പെട്ടു. അവർ തെക്കേ ദേശത്തിലേക്ക് വന്നു. ദാവീദിൻ്റെയും ശലോമോൻ്റെയും രഹബയാമിൻ്റെയും രാജ്യത്ത് കടന്നു വന്ന് ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി അവർ മുന്നോട്ട് കാൽ വയ്ക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അബ്രഹാമിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ അവൻ സ്വന്തം ജനത്തെയും സ്വന്തം ഭവനത്തെയും പിതൃഭവനത്തെയും എല്ലാം വിട്ട് ഇറങ്ങി ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിശ്വാസത്തോടുകൂടി ഇറങ്ങിയതിനാൽ അവന് വിശ്വാസികളുടെ പിതാവ് എന്നുള്ളതായ പേര് അവന് ലഭിച്ചു എന്ന് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പലരുടെയും ജീവിതത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവരൊക്കെ ഈ സ്വന്തം രാജ്യത്തിൽ നിന്നും അടിമകളായിട്ട് പിടിക്കപ്പെട്ടുകൊണ്ട് പോയെങ്കിൽ തന്നെയും അവിടെയൊക്കെ റിബല്യസ്നെസ് കാണിക്കാതെ, ഹേറ്റ്രഡ്നെസ് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കാതെ, ദൈവത്തോട് മറുതലിക്കാതെ ദൈവത്തെ സേവിക്കും, ദൈവത്തിന് വേണ്ടി നിൽക്കും, രാജാവിൻ്റെ കൽപ്പനയെപ്പോലും ഭയക്കാതെ മരണം വരിക്കേണ്ടി വന്നാലും ദൈവത്തെ സേവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുന്ന ആ ബാലകന്മാരെയാണ് ഇവിടെ നമ്മൾക്ക് ഈ ബാബിലോണിൽ പോലും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ തന്നെ നമ്മളത് വിട്ടുകൊടുക്കുവാനായിട്ട് മനസ്സുള്ളവരാണോ? എനിക്ക് ആ നഷ്ടം വരുന്നു, ഈ നഷ്ടം വരുന്നു, ഞാൻ ഇതുവരെ നിന്നിടത്തു നിന്നും മറ്റുള്ളിടത്തേക്ക് പോകുന്നതിനുള്ളതായ പ്രയാസമാണല്ലോ എന്നുള്ളതായ ചിന്തകളൊക്കെ വരുമ്പോൾ ഇവരുടെയൊക്കെ ജീവിതം നമ്മളൊന്ന് തുലാസിൽ വെച്ച് തൂക്കി നോക്കുമ്പോൾ നമ്മളുടെ വിശ്വാസം എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾക്ക് ഒന്നുകൂടി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിലുള്ളതായ ആരാധന, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുപോലെ നമ്മളുടെയും ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തിന് ഫസ്റ്റ് പ്ലേസ് കൊടുത്തുകൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ സകലവും നിനക്ക് ലഭിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ, ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഒക്കെ രാജാക്കന്മാരുടെ വാഴ്ചകളെപ്പറ്റിയും അവരുടെ ഭരണ പരിഷ്കാരങ്ങളെപ്പറ്റിയും ഒക്കെ വിവരിച്ച് പറയുമ്പോൾ ഇവിടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് ഈ ദൈവദാസനിൽ കൂടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ആലയത്തിന് കൂടുതൽ സ്ഥാനം കൊടുത്തുകൊണ്ട്, ആ ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് കൂടുതൽ സ്ഥാനം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്നതായ ഒരു കാലയളവിലുള്ളതായ ജനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നതായ വൃത്താന്തങ്ങളാണ്, ന്യൂസുകളാണ് ഇവിടെ നമുക്ക്
കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ വേഗം ഈ വേദപുസ്തകങ്ങളിൽ കൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ, 1 ദിനവൃത്താന്തം 1 മുതൽ 9 വരെയുള്ളതായ അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു വംശാവലിയാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒത്തിരി പേരുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക. പലപ്പോഴും നമ്മൾക്ക് ഇവിടെയുള്ളതായ ഭാഗങ്ങളിൽ നിന്നും പ്രസംഗങ്ങൾ കേൾക്കുവാനായിട്ട് ഇഷ്ടമല്ല. സാധാരണ ആരും പ്രസംഗിക്കാറുമില്ല. ഞാനും അതിനുള്ളതായ സമയം എടുക്കുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. ഈ 1-ാം അധ്യായത്തിൻ്റെ എന്തുകൊണ്ടാണ് ഈ വംശാവലി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ റീസൺ എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ എസ്രാ ശാസ്ത്രിക്ക് അറിയാം എല്ലാം വിട്ടിട്ട് ബാബിലോണിൽ നിന്നും 70 വർഷത്തിന് ശേഷമായിട്ട് ഈ യഹൂദ്യ രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. യാതൊരു വിധമായ കൃഷിയുമില്ല, വീടുകളില്ല, സ്വന്തക്കാരില്ല, ഒരു സഹായവും ഇല്ലാതെ ഇരിക്കുന്ന ഈ ജനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ബലപ്പെടുത്തിയില്ലെങ്കിൽ അവർക്ക് നിന്ന് പോകുവാനായിട്ട് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയതായ എസ്രാ ശാസ്ത്രി, അവൻ എവിടെയാണ് തുടങ്ങുന്നത്? ദൈവത്തിങ്കിലേക്ക് ഈ ജനത്തെ കൂട്ടിവരുത്തുവാൻ വേണ്ടി ആദാമിലാണ് അവൻ തുടങ്ങുന്നത്. ഈ ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തുടങ്ങുന്നത് നമ്മളുടെ പിതാവായ ആദാമിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടാണ്. ആദാമിലാണത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ അവിടെയാണ് നമ്മളുടെ വംശാവലി ആരംഭിക്കുന്നത്. ദൈവത്തിനൊരു പ്ലാനുണ്ട്. സ്വന്തമായ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ ആ ആദാമിൻ്റെ മക്കളായി നമ്മൾക്കും ആ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും നമ്മളിലുണ്ട്. അത് വിട്ടുപോകരുത് പാപം മൂലം എന്ന് പറഞ്ഞുകൊണ്ടാണ് 2-ാമത്തെ വാക്യം നമ്മൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത്, നിങ്ങൾ ഇസ്രായേലിൻ്റെ പുത്രന്മാരാണ് എന്നാണ്, സന്തതികളാണ് എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇസ്രായേലിൻ്റെ പുത്രന്മാർ അല്ലെങ്കിൽ യാക്കോബിൻ്റെ പുത്രന്മാർ ദൈവം പ്രത്യേകം വേർതിരിച്ച് 12 ഗോത്രങ്ങളായിട്ട് തിരിച്ച്, ഈവൻ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ പ്രത്യേക കാര്യം ഈ ഇസ്രായേലിനെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതൊക്കെയും ദൈവത്തിൻ്റെ പ്രോമിസാണ്. കുറേ കാലത്തേക്ക് അവർ വീണുപോയി എങ്കിൽ തന്നെയും അവരെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രോമിസാണ്. ഇന്നും ഈ ലോകത്തിൻ്റെ നടക്കുന്നതായ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ, ചരിത്രങ്ങൾ, യുദ്ധങ്ങൾ, വാറുകളൊക്കെ നോക്കുമ്പോൾ ഇസ്രയേൽ ഒരു പ്രത്യേക ജാതിയാണ്, ദൈവത്തിൻ്റെ ജാതിയാണ്. അവരെ തോൽപ്പിക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. യെരുശലേം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ ടെമ്പിൾ അവിടെ വീണ്ടും പണിയുവാൻ വേണ്ടിയുള്ളതായ സ്ഥലമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് ദാവീദിൻ്റെ പുത്രന്മാരാണ് നമ്മൾ. ദാവീദിൻ്റെ സന്തതിയായിട്ട് ജനിക്കുന്നതായ ഒരു മശിഹായെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പാരമ്പര്യത്തിൽ തന്നെ ജനിച്ചവരാണ് നിങ്ങളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്, നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ട്. നമ്മൾ ഒരുമിച്ച് നിന്ന് ദേവാലയം പണിയണം, യെരുശലേമിൻ്റെ മതിൽ പണിയണം എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിക്കുന്നതായ ഒരു പുസ്തകമാണ്. ആ കാര്യമൊക്കെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യം ആത്മീകമായ നിലയിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എസ്രാ ശാസ്ത്രി എഴുതിയിരിക്കുന്നത്. 9 വരെയുള്ളതായ അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ യഹൂദയുടെ കുടുംബങ്ങൾ, അതുപോലെ തന്നെ യേശു പിറക്കാനുള്ളതായ ഗോത്രങ്ങൾ, യഹൂദ എന്ന് പറയുന്നത് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ശൗലിൻ്റെ തോൽവി അവിടെ കാണാനായിട്ട് സാധിക്കും. ദൈവം തിരഞ്ഞെടുത്തു എങ്കിൽ തന്നെയും, തൻ്റെ തലയിൽ കിരീടം വെച്ചെങ്കിൽ തന്നെയും അത് അവസാനം വരെ സൂക്ഷിക്കാതെ, അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായിട്ട് നിൽക്കാതെ അഹങ്കാരം കാണിച്ചത് കാരണം, അനുസരണക്കേട് കാണിച്ചത് കാരണം, അത് മാത്രവുമല്ല
ദൈവത്തോട് പൂർണ്ണമായി അവനിൽ വിശ്വസിക്കാതെ വെളിച്ചപ്പാടത്തിൻ്റെ പുറകെയൊക്കെ പോയി അങ്ങനെയൊക്കെ പോയതുകൊണ്ടാണ് അവന് തോൽവി ജീവിതത്തിൽ വന്നത്. അതും ദൈവത്തിൻ്റെ വചനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. നമ്മളുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ച് ജീവിതത്തിൽ ആത്മീയത്തിൽ തോൽവി ഉണ്ടാകുവാനായിട്ട് ഒരിക്കലും സംഭവിക്കരുത് എന്നുള്ളത് ഒരു വാണിംഗ് ആണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് 11 മുതലുള്ളതായ അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് ദാവീദ് രാജാവിനെക്കുറിച്ച് ഉള്ളതായ കാര്യങ്ങൾ, വളരെയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അവൻ്റെ ചരിത്രം മാത്രമല്ല, പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു ദാവീദ് എന്ന് പറയുമ്പോൾ അവനിൽ കൂടെയാണ് ദൈവത്തിന് ഒത്തിരി പ്രോമിസുകൾ നിറവേറ്റുവാനുള്ളത്. ദൈവത്തിൻ്റെ ആലയത്തോടുള്ള എരിവ് അവനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ അവൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പണിവാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ വേണ്ടി ഇങ്ങനെ എടുക്കുമ്പോഴാണ് നാഥാൻ പ്രവാചകൻ പറയുന്നത്, നീ അത് പണിയേണ്ട, നിൻ്റെ മകൻ അത് പണിതാൽ മതി എന്ന്. അങ്ങനെ ഉള്ളതായ ദാവീദിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ആക്ച്വലി ദാവീദാണ് ശൗലിൻ്റെ കാലശേഷം ഈ യെരുശലേം നഗരം പിടിച്ചടക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ദാവീദിൻ്റെ നഗരമായിട്ടാണ് യെരുശലേമിനെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ തുടർന്നുള്ള അധ്യായങ്ങളൊക്കെ നോക്കുമ്പോൾ ആലയത്തിന് വേണ്ടി ഉള്ളതായ ഉരുപ്പടികൾ, സാമാനങ്ങൾ, സ്വർണങ്ങൾ, അതുപോലെയുള്ളതായ വിലപിടിപ്പുള്ളതായ ലോഹങ്ങൾ ഒക്കെ താൻ സംഭരിച്ച് വയ്ക്കുകയാണ് ഈ ആലയം പണിയുവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പുരോഹിതന്മാരുടെ കൂറുകൾ അനുസരിച്ച് ആരാധനാക്രമങ്ങൾക്കൊക്കെ ഏറ്റവും മാന്യമായി നില കൊടുത്തുകൊണ്ട് നല്ല ആരാധന, നല്ല സംഗീതക്കാരെ നിർത്തി, ആസാഫ് ഒക്കെ ഈ സംഗീതക്കാരുടെ ലീഡറായിരുന്നു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ആരാധനയ്ക്ക് ഒരു പുതിയ ചാപ്റ്റർ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഈ പാട്ടുകാരനായ ഈ ദാവീദിന് സാധിച്ചു എന്നുള്ളത് ആത്മീയമായിട്ടുള്ളതായ പ്രാധാന്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഒരു ആട്ടിടയനായിട്ട് ജീവിക്കുമ്പോൾ തന്നെ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നതിനും സേവിക്കുന്നതിനും ആത്മനിറവുള്ളവനുമായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൈകളാലുള്ളതായ പ്രവർത്തനങ്ങളൊക്കെ അവന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. സിംഹത്തെയും കരടിയെയും ഒക്കെ വലിച്ചു കയറുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ നേച്ചറൽ ഈ കാട്ടിലും ഒക്കെ ആട്ടിടയനായിട്ടൊക്കെ വളർന്നുകൊണ്ട് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല എന്നുള്ളതായ ജീവിതത്തിലെ അനുഭവങ്ങളിൽ കൂടെ ദൈവമായിട്ടുള്ളതായ ദൈവിക ബന്ധം ഇവൻ നമ്മൾക്ക് ഇന്നും അത് മനസ്സിലാക്കുവാനായിട്ട് ഈ ദാവീദിൻ്റെ പാട്ടുകൾ കൂടെ, സങ്കീർത്തനത്തിൽ കൂടെ ഒക്കെയും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ 2 ദിനവൃത്താന്തം 1:9 മുതൽ 9 വരെ നമ്മൾ നോക്കുമ്പോൾ സോളമൻ്റെ ജീവിതമാണ്, അല്ലെങ്കിൽ ശലോമോൻ്റെ ജീവിതമാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെയും ആത്മീയത്തിന് കൂടുതൽ പ്രാധാന്യമാണ് നൽകുന്നത്. ഈ ആലയപ്പണിക്ക് വേണ്ടിയിട്ടാണ് ശലോമോനെ ദൈവം ഒരുക്കുന്നത്. അതിനാവശ്യമായ ബുദ്ധി, ജ്ഞാനം ഒക്കെ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകമായ വിശിഷ്ടമായ ബുദ്ധി കൊടുത്ത് ആലയപ്പണിക്ക് വേണ്ടി ഉള്ളതായ പ്രത്യേകമായ ബുദ്ധി കൊടുത്തിട്ട് കൂടെ വർക്ക് ചെയ്യുന്നവരെയൊക്കെയും ദൈവം സഹായിക്കുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ബുദ്ധി ഇല്ല എങ്കിൽ, വിസ്ഡം ഇല്ല എങ്കിൽ ദൈവത്തോട് ചോദിച്ചാൽ അത് നമ്മൾക്ക് തരും എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രോമിസാണ്. ആ പ്രോമിസ് വെച്ചുകൊണ്ട് നമ്മളെല്ലായ്പ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ കാര്യത്തിൽ എനിക്ക് ഒരു തീരുമാനമെടുക്കുവാനായിട്ട് ബുദ്ധിയില്ല, ജ്ഞാനമില്ല. അവിടുത്തെ ബുദ്ധിയാലും ജ്ഞാനത്താലും, ദിവ്യമായ ജ്ഞാനത്താലും നിറച്ച് എന്നെ നടത്തണമേ എന്ന് ശലോമോൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചാൽ ദൈവം ഇന്നും നമ്മളെ അങ്ങനെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം മതിയായ ദൈവമാണ്. ശലോമോൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ
ഈ ദിനവൃത്താന്ത പുസ്തകത്തിലും ശലോമോൻ്റെ ഈ ആലയ പ്രതിഷ്ഠ പ്രാർത്ഥന ഒക്കെ വളരെ വിശേഷിപ്പെട്ടതാണ്. ആ ശലോമോൻ ദീർഘമായിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വചനത്തിലെ കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചു. ജനങ്ങളെയും തന്നെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഈ ആലയത്തിൽ വരുന്നതായി ജാതികളാണെങ്കിൽ പോലും ദൈവത്തെ അറിയുവാനുള്ള കൃപ നൽകണമെന്നുള്ള ഒരു സുവിശേഷ ആത്മാവോടുകൂടി അവന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെ ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആലയം പ്രതിഷ്ഠ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആലയം ദൈവ തേജസ് കൊണ്ട് നിറയപ്പെട്ടു എന്നാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശലോമോൻ്റെ ജീവിതത്തിലും ഒത്തിരി അനുഗ്രഹമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ഇവിടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഈ പ്രാർത്ഥനയും ദൈവഭക്തിയിലും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിനാലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ദൈവ തേജസ് ആ ആലയത്തെ നിറച്ച് പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കഴിവില്ല എന്ന് ആ രീതിയിലാകുവാൻ തക്കവണ്ണവും ആയിത്തീർന്നത് ഒരു സ്പിരിച്വൽ അന്തരീക്ഷമാണ്. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് ഇക്കാര്യങ്ങൾ ഒക്കെ എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ 2 ദിനവൃത്താന്തത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ശലോമോൻ്റെ മകനായ രഹബയാം രാജാവാകുന്നതായിട്ട് നമ്മൾക്ക് കാണുന്നു. അവൻ്റെ അടുക്കിലേക്ക് മൂപ്പന്മാർ കടന്നു വരുന്നു. നിൻ്റെ ഫാദർ ചെയ്തതുപോലെ, അല്ലെങ്കിൽ ശലോമോൻ ഞങ്ങളോട് കരമൊക്കെ പിരിപ്പിക്കുകയും ഞങ്ങളെ കൊണ്ട് ചെയ്യുന്നതായ ആ കഠിനമായ വേലയ്ക്കൊക്കെ ഒരു അല്പം ആശ്വാസം ഞങ്ങൾക്ക് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, അത് എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട, എൻ്റെ അപ്പൻ ചെയ്തതിനേക്കാൾ അധികമായിട്ടുള്ളതായ കഠിന വേല നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരെ പിരിച്ചുവിട്ടതിനാലാണ് ഈ 10 ഗോത്രങ്ങൾ മുകളിലേക്ക് മാറി വേറെ രാജ്യം സ്ഥാപിച്ചത് എന്ന് കാണാനായിട്ട് സാധിക്കും. എങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ രഹബയാം ശലോമോൻ്റെ അല്ലെങ്കിൽ ദാവീദിൻ്റെ കുടുംബത്തിൽ പിറന്നവനായതിനാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്, നിൻ്റെ സന്തതികളിൽ ആരും ഇല്ലാതെ പോകുകയില്ല ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ എന്ന് പറഞ്ഞതായ ദൈവത്തിൻ്റെ വചനപ്രകാരം ആ സിംഹാസനത്തിന് അവന് സ്ഥാനം കൊടുക്കുകയും അതുമാത്രമല്ല ദൈവ ആലയത്തിന് അവൻ സ്ഥാനം കൊടുത്തു. യെരുശലേം ടെമ്പിളിന് ഈ രഹബയാം സ്ഥാനം കൊടുത്തതായിട്ട് നമ്മൾക്ക് കാണാം. അതേസമയം വടക്കേ രാജ്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യൊരോബെയാം എന്ന് പറയുന്ന രാജാവ് കഴിവതും ദൈവമില്ലാത്തവനായിട്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പുരോഹിതന്മാരെ എല്ലാം ഫയർ ചെയ്തുകൊണ്ട്, ഇനി നിങ്ങളുടെ ശുശ്രൂഷയൊന്നും ഇവിടെ വേണ്ട, ഞാൻ പറയുന്ന ആൾക്കാർ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം ഭരിക്കുമ്പോൾ അവൻ തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് പോകുന്നു. രാജാക്കന്മാരെല്ലാം അന്യോന്യം വെട്ടി നശിപ്പിക്കുന്നു, കുടുംബങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. അങ്ങനെ 50 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രാജ്യം, അവൻ്റെ രാജ്യം, ഈ വടക്കേ രാജ്യം ആ പ്രവാസത്തിലേക്ക് പോകുന്നതായിട്ടും നമ്മൾക്ക് കാണാം. ഈ ദിനവൃത്താന്ത പുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാവുന്നത് കൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അധ്യായങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 1-2 വാചകങ്ങൾ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആസ എന്ന് പറയുന്നതായ ഒരു രാജാവിനെയാണ് നമ്മൾക്ക് കാണുന്നത്. ശത്രു സൈന്യം അവിടേക്ക് കടന്നു വന്ന് ആക്രമിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുന്നു. അനേക കുതിരകളും രഥങ്ങളും വാളുമായിട്ടൊക്കെ വരുമ്പോൾ അവൻ്റെ മുമ്പിൽ പിടിച്ചു നിൽപ്പാൻ കഴിവില്ലാത്തതായ ആസ ഇവിടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. 14-ന്റെ 11-ാമത്തെ വാക്യം, ബലവാനും ബലഹീനനും തമ്മിൽ വ്യവഹാരമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല കർത്താവേ എന്നാണ്. അവൻ ജീവിതത്തിൻ്റെ പ്രത്യേകമായ ഒരു ദുർഘട സാഹചര്യത്തിൽ, സഹായം അറ്റ സാഹചര്യത്തിൽ അവൻ സമ്മതിക്കുകയാണ് ദൈവസന്നിധിയിലേക്ക് കടന്നുവന്ന്. ദൈവമേ, സർവശക്തനായ ദൈവമേ, ഒരു ബലവാനും ബലഹീനനും തമ്മിൽ വ്യവഹാരമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റ് ആരും ഇല്ലല്ലോ. പ്രിയപ്പെട്ടവരെ,
നമ്മളുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. നമ്മളെക്കാൾ ബലവാന്മാരായവർ നമ്മൾക്ക് എതിരെ നിൽക്കുമ്പോൾ എനിക്ക് ഒന്നും പിടിച്ചു നിൽപ്പാനായിട്ട് കഴിയുകയില്ല, ഒരു ആശയം കാണുന്നില്ല, എല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്നതായ അന്തരീക്ഷത്തിലാണെങ്കിലും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, ഇതുപോലെ ആശ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചാൽ, ദൈവസന്നിധിയിലേക്ക് കടന്നു കേട്ട്, കർത്താവേ, ബലവാനും ബലഹീനനും തമ്മിൽ എനിക്കെതിരായിട്ട് നിൽക്കുന്ന പ്രതിയോഗി ബലവാനാണ്, എന്നാൽ ഞാൻ ഈ സമയത്ത് ഇവിടെ ബലഹീനനായിട്ട് നിൽക്കുന്നുവെങ്കിൽ തന്നെയും ഇവിടെ സഹായിപ്പാൻ നീ എനിക്കുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കുവാനുള്ള കൃപ തരണമേ. അത് ഞാൻ പ്രതീക്ഷിക്കുന്നു, അത് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ബലവാനായ ദൈവം, സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, സകലത്തെയും അറിയുന്ന സർവജ്ഞാനിയായ ദൈവം എല്ലാം അറിഞ്ഞ് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിപ്പാനും ഈ ആശയെപ്പോലെ വിജയത്തിലേക്ക് നമ്മളെ കരം പിടിച്ച് നടത്തുവാനും മതിയായ ദൈവമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഈ ശമൂവേലിൻ്റെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലുമൊക്കെ ഈ സതേൺ കൺട്രിയും നോർത്തേൺ കൺട്രിയുമായിട്ട് രണ്ട് രാജ്യങ്ങൾ, ഇസ്രായേലിനെയും യഹൂദിയെയും കുറിച്ച് തുടരെ രാജാക്കന്മാർ മാറുന്നതും അവിടുത്തെ പ്രശ്നങ്ങളും ഒക്കെ ഈ രാഷ്ട്രീയ കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ ദിനവൃത്താന്ത പുസ്തകം നമ്മൾ നോക്കുമ്പോൾ ഈ സതേൺ കൺട്രി അല്ലെങ്കിൽ യഹൂദ മാത്രമേ നമ്മൾ ഈ പുസ്തകത്തിൽ നമ്മളെ കാണുന്നുള്ളൂ. കാരണം ഇവിടെ ഒടുവിലുള്ളതായ 50 വർഷങ്ങൾ കൂടെ അവർക്ക് ലഭിച്ചു. അതുമാത്രവുമല്ല, ഇതിൻ്റെ റിസൾട്ടൊക്കെ കണ്ടതിന് ശേഷമായിട്ട് ഒടുവിൽ നിന്നുകൊണ്ട് ഈ എസ്രാ ശാസ്ത്രി ഈ ചരിത്രങ്ങളും ഈ കാര്യങ്ങളും എല്ലാം ഒന്ന് അപഗ്രഥിച്ച് പഠിച്ചതിന് ശേഷമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടെ ഈ യെരുശലേം പട്ടണത്തിനും യെരുശലേം ആലയത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതുന്നതായ ഒരു പുസ്തകമാണ് ഈ ദിനവൃത്താന്ത പുസ്തകം എന്ന് പറയുന്നത്. 26-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഉസിയ രാജാവിനെ നമ്മൾക്ക് കാണാം. നമ്മൾക്ക് വളരെ കേട്ടിട്ടുള്ളതും പരിചയമുള്ളതായ ഒരു രാജാവാണ് ഉസിയ രാജാവ്. പ്രത്യേകാൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ അത് തുടങ്ങുന്നത് തന്നെ അവൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട്. അന്നൊക്കെ കലണ്ടർ ഇല്ലാഞ്ഞത് കൊണ്ട് ഇങ്ങനെയുള്ളതായ ഓരോ കാര്യങ്ങളാണ് ഓരോ മൈൽ സ്റ്റോണായിട്ട് ഹിസ്റ്ററിയിൽ എഴുതിയിരുന്നത്. ഇവിടെ 26-ന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഉസിയ രാജാവ് വളരെ പ്രഗത്ഭനായ ഒരു രാജാവായിരുന്നു. അവന് വളരെ കാര്യങ്ങളൊക്കെ നേടുവാനായിട്ട് സാധിച്ചു. ബുദ്ധിയും ജ്ഞാനവും ആരോഗ്യവും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമായിട്ട് കെട്ടിപ്പടുക്കുവാനൊക്കെ ഈ ഉസിയ രാജാവിന് സാധിച്ചത് കൊണ്ട് അവൻ്റെ ഹൃദയം നിഗളിച്ചു. ഞാൻ ആരോ ആണ്, എനിക്ക് എന്തൊക്കെ സാധിക്കും, എനിക്കെതിരായിട്ട് പറയുവാൻ ആർക്കും ഒന്നും സാധിക്കുകയില്ല, ഈവൻ ദൈവത്തിന് പോലും സാധ്യമാകുകയില്ല എന്നുള്ളതായ ഒരു ചിന്താഗതി ഈ ഉസിയ രാജാവിൻ്റെ ജീവിതത്തിൽ മാനുഷികമായിട്ട് വന്നതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായി. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഹൃദയം നിഗളിച്ചിട്ട് ആലയത്തിൽ തന്നെത്താൻ ധൂപം കാട്ടാൻ കയറി. ധൂപവും എടുത്തുകൊണ്ട് പുരോഹിതന്മാർ ചെയ്യുന്നതായ ശുശ്രൂഷ ഈ ആലയത്തിൽ ചെയ്യുവാനായിട്ട് ഈ ഉസിയ രാജാവ് മുൻപോട്ട് കടന്നു വരുമ്പോൾ പുരോഹിതൻ അതിനെക്കുറിച്ച് വാണിംഗ് കൊടുത്തു. ഇത് ചെയ്യുന്നത് തെറ്റാണ്, ഇത് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. എന്നാൽ അവനെ മറുത്തുകൊണ്ട് അവൻ മുൻപോട്ട് കയറുകയും അവിടെ വെച്ച് തന്നെ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങിയതായിട്ടുള്ളതായ ഒരു വാർത്തയാണ് ഈ പുസ്തകത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് എന്തു പറ്റി? ഒരു മഹാരാജാവായിരുന്ന ഉസിയാവിനെ കുഷ്ഠം പൊങ്ങിയത് കൊണ്ട് ആലയത്തിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി കയറിയ അവനെ അവിടെ നിന്നും പുറത്തു കൊണ്ടുപോകുവാൻ വളരെ ബന്ധപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരു മഹാരാജാവിനെ എങ്ങനെയാണ് ഒരു ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുന്നത്? വളരെ വിധമായ പ്രശ്നങ്ങൾ അവൻ്റെ ചേവകന്മാരൊക്കെ അന്വേഷിച്ചു. എന്നാൽ
അത് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇവിടെയും ദൈവത്തിൻ്റെ ആലയവുമായിട്ടുള്ളതായ ഒരു ബന്ധത്തിന് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ കാര്യവും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് വളരെ പരിശുദ്ധമായ സ്ഥലമാണ്. ദൈവം വസിക്കുന്നതാണ് ദൈവത്തിൻ്റെ ആലയമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആലയത്തെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പ്രത്യേക പഴയ നിയമകാലത്ത് ഈ പുരോഹിതന്മാർക്ക് മാത്രമേ ഈ ആലയത്തിൽ ശുശ്രൂഷിക്കുവാനുള്ളതായ അഭിഷേകം ഉണ്ടായിരുന്നുള്ളൂ. രാജാക്കന്മാർക്ക് അവരുടേതായിട്ടുള്ള മറ്റൊരു അഭിഷേകമാണ്, അത് രാജ്യത്തെ ഭരിക്കുവാൻ വേണ്ടിയുള്ളതായ അഭിഷേകം ആയിരുന്നു എന്ന് നമ്മൾ അറിയണം. അപ്പോൾ അവരവരുടെ നിലയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കാതിരുന്നത് കാരണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയം നിഗളിച്ചത് കാരണം പുരോഹിതന്മാരോട് മാറുതലിച്ചു, ദൈവിക വ്യവസ്ഥയോട് മാറുതലിച്ചു. തൻ്റെ അവസ്ഥയിൽ കാണാതെ അതിനപ്പുറമായിട്ട് അവൻ ഗർവം പൂണ്ടവനായിട്ട്, അഹങ്കാരം പൂണ്ടവനായിട്ട് തീർന്നുകൊണ്ട് ദൈവം അവനെ താഴ്ത്തി. അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം ഉണ്ടായി. സാധാരണ ജനങ്ങൾക്ക് പാർക്കുന്ന ആ സ്ഥലത്ത് പോലും പാർക്കുവാൻ കഴിവില്ലാതെ കൊട്ടാരത്തിൽ പാർക്കേണ്ടിയിരുന്ന അവനെ കുഷ്ഠരോഗികൾ പാർക്കുന്നതായ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റേണ്ടതായിട്ട് വന്നു എന്നുള്ളതായ ചരിത്രമാണ് വേദപുസ്തകം ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് കൂടെ ഈ പുസ്തകത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ ആലയത്തിലേക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കടന്നു വന്നതായ ഈ ഉസ്യാവിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ, ഇന്ന് അങ്ങനെയുള്ളതായ ഒരു ആലയം പ്രത്യേകാല ബൈബിളിൽ നമ്മൾക്ക് കാണുന്നില്ല. എന്നാൽ നമ്മളുടെ ഹൃദയം, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആ ശരീരത്തെ വളരെ വിശുദ്ധിയോടുകൂടെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നിങ്ങളുടെ അവയവങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് നിങ്ങളുടെ ജീവനെ പോലും സമർപ്പിപ്പീൻ എന്നാണ് വചനം നമ്മളെ അനുശാസിക്കുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ, വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ എങ്ങനെ കടന്നു വരുവാനായിട്ട് സാധിക്കും? അതിനുള്ളൊരു മാർഗമാണ് യേശുവിൻ്റെ രക്തം തളിച്ചുകൊണ്ട് നമ്മളെ ഒരിക്കലായി വിശുദ്ധീകരിച്ചതായ യേശുവിൻ്റെ രക്തം. ഈ പാപം നിറഞ്ഞതായ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പാപപടലങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അവിടെവിടങ്ങളിലായിട്ട് പറ്റിപ്പിടിക്കുന്നുവെങ്കിൽ ഓരോ ദിവസവും ആ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട്, ഓരോ ദിവസവും മനസ്സാന്തരം പ്രാപിച്ചുകൊണ്ട്, ഓരോ ദിവസവും വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട്, സാൻറ്റിഫിക്കേഷൻ പ്രാപിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായ ആ ഗ്ലോറിഫിക്കേഷൻ ലഭിക്കുന്നത് വരെ ആ രീതിയിൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ടവരാണ്. വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയത്തോടും കൂടെ ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരണം എന്നാണ് ഈ ഉസ്യാവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ 2 ദിനവൃത്താന്തം 36-ാം അധ്യായം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒടുവിലത്തെ അധ്യായമാണ്. അതിൻ്റെ ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് ഇന്നത്തെ ലെസൺ ഞാനിവിടെ അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. 36-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം അതിങ്ങനെയാണ് വായിക്കുന്നത്: അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി. അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. അവൻ യൗവനക്കാരനെയോ കന്യകയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെ അവരെയും ഒക്കെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദേവാലയത്തിലെ ചെറുതും വലുതുമായ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും ഭണ്ഡാരം എല്ലാം അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. അവർ ദേവാലയം ചുട്ടു, യെരുശലേമിൻ്റെ മതിൽ ഇടിച്ചു, അതിലെ അരമനകൾ എല്ലാം തീക്കിരയാക്കി, അതിലെ മനോഹര സാധനങ്ങൾ ഒക്കെയും നശിപ്പിച്ചു കളഞ്ഞു. ഇവിടെ ഈ യെശയ്യാ ഈ പുസ്തകം എഴുതുമ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ കണ്ടുകൊണ്ട്, പുറകോട്ട് നോക്കിക്കൊണ്ട്, ദൈവത്തിൻ്റെ ആലോചനകളും ഒക്കെ അതിൻ്റെ സീരിയസ്നെസ്സൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ദൈവജനങ്ങളെ ഉറപ്പിക്കുവാൻ വേണ്ടി എഴുതുന്നതായ
പുസ്തകമാണ് ഈ ദിനവൃത്താന്തം. ഈ പുറയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ആലയം, വിശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ടതായ ആലയം അവർ സൂക്ഷിക്കാഞ്ഞതിനാൽ അത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തുവെന്ന് യേശു പറഞ്ഞതുപോലെ അങ്ങനെ ആക്കി തീർത്തതിനാലാണ് ദൈവം ബാബിലോണിൽ നിന്നും നെബൂഖദ്നേസർ രാജാവിനെയും അവൻ്റെ പടയാളികളെയും ഈ രാജ്യത്തേക്ക് വരുവാനായിട്ട് അനുവദിച്ചു. അവർ ചെയ്തതായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വായിച്ചു കേട്ടല്ലോ. അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. അപ്പോൾ ഈവൻ പുരോഹിതന്മാർ വരെ ആ കാലങ്ങളിൽ ഈ കൊലപാതകങ്ങളും കവർച്ചകളും ഒക്കെ ചെയ്യുന്നവരായിരുന്നു. അങ്ങനെയുള്ളതായ പ്രശ്നങ്ങളൊക്കെ ആലയത്തിൽ നടന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ളതായ ശിക്ഷ ദൈവം അനുവദിച്ചത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ജനം ബാബേലിൽ നിന്നും മടങ്ങി വരുമ്പോൾ അവർക്കെല്ലാം ഈ അവരുടെ പൂർവ്വപിതാക്കളുടെ കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിവിടെ ബിലോങ് ചെയ്യുന്നവരാണ്, നിങ്ങൾ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദേശത്തേക്ക്, ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദേശത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ദാവീദിൻ്റെ നഗരമായ യെരുശലേമിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. നിങ്ങൾ അതുപോലെ ഒന്നിച്ച് നിൽക്കണം. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയണം, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം, ദൈവത്തിൻ്റെ വചനം അറിയണം എന്നൊക്കെ എസ്ര ഇവരെ പഠിപ്പിച്ചുകൊണ്ട് അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായ ഒരു മനുഷ്യനായിട്ടാണ് ഇവിടെ നമ്മൾക്ക് എസ്രയെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധാത്മാവ് അവനെ ശക്തീകരിച്ചു. ദൈവവചനം എഴുതുവാനും പഠിപ്പിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെയും അവനാവശ്യമായ കൃപ കൊടുത്തു. അടുത്ത ആഴ്ച നമ്മൾ എസ്രയുടെ പുസ്തകം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കുറേ കൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ ലെസൺ ഇവിടെ നിർത്തുകയാണ്. കഴിഞ്ഞ ലെസൺസൊക്കെ പലരും പറയുകയുണ്ടായി, അത് ക്രമമായിട്ട് കേൾക്കുന്നുണ്ട് എന്ന്. അത് വളരെ സന്തോഷം. ആദ്യമായിട്ട് ഇത് ആരംഭിച്ചപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ 2-3 പേര് പറഞ്ഞപ്പോൾ അത് ഒന്നിച്ച് പഠിക്കുവാനും ഒക്കെ ഉള്ളതായ ആ റീസൺ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചത്. എന്നാൽ ഇന്ന് പലരും അത് അനുഗ്രഹമാക്കി തീരുന്നുണ്ട് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഓരോ ലെസണും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഒരുമിച്ച് പഠിക്കുവാനായിട്ട് കർത്താവ് ഇടവ് തരുമാറാകട്ടെ. നമ്മളെയൊക്കെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് അടുത്ത ലെസണുമായിട്ട് കടന്നു വരാം. ദൈവത്തിന് സ്തോത്രം.